ഐസ് ബ്രേക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ പൊട്ടിക്കാൻ ഞാൻ ഐസൊന്നും കൊണ്ടുവന്നിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കാത്രേ. അപ്പോൾ ഒരു കുറച്ച് സമയം വിശിഷ്ടാതിഥികൾ വരുന്നത് വരെ ഇങ്ങനെ നീട്ടിപ്പിടിക്കാനാണല്ലോ സാധാരണ പ്രസംഗിക്കുന്നവരോടൊക്കെ പറയാം. അപ്പോൾ എന്നതുപോലെ എന്നെയും പിടിച്ച് അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബദർസാർ വിളിച്ചിരുന്നു. സമയം കിട്ടുകയാണെങ്കിൽ എല്ലാവരുടെയും മഞ്ഞൊന്ന് ഒരുക്കി വിടാം. അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ ഞങ്ങളെല്ലാവരും വലിയ വലിയ അധ്യാപകരാണ്, പിന്നെ പ്രിൻസിപ്പൽമാരാണ്, ജില്ലാ കോർഡിനേറ്റർമാരുൾപ്പെടെ വരുന്നുണ്ട്. ഞാൻ തൊട്ട് കാണിക്കാം, പേര് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ കളിയൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കില്ല എന്നാണ് നിങ്ങളുടെ മനോഭാഗ്യം സുരട്ടു. ഞാൻ ക്ഷമ പറഞ്ഞ് പോകും. അപ്പോൾ ദേവി അത് കൂടെ നിൽക്കുമോ? കൂടെ നിൽക്കുമോ? എന്നാൽ പിന്നെ ചെറുതായിട്ട് കുറച്ച് സമയം അല്ലേ നമുക്കത് പരിചയപ്പെടാനുള്ളൊരു സാഹചര്യമാണ് ഐസ് ബ്രേക്കിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാലും അതിന് മുൻപ് പറയാനുള്ള ചില കാര്യങ്ങൾ. നമ്മൾ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്കൊരു എനർജി ഫീൽ ചെയ്യണം. എന്ത് ഫീൽ ചെയ്യണം? ഗുഡ്. ഒരു എനർജി ഫീൽ ചെയ്യണം. എന്നാലേ ആ കുട്ടികൾക്ക് നമ്മളോട് ഒരു ഇഷ്ടം തോന്നുള്ളൂ. എല്ലാ അധ്യാപകർക്കും ചിലപ്പോൾ അത് അതുപോലെ ചെയ്യാൻ പറ്റിയതുമില്ല. പക്ഷെ കൊമേഴ്സ് ആർക്ക് എന്തായാലും പറ്റും. അതിന് കാരണം അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഏത് കേസും പിടിക്കണം. സ്കൂളിൽ ഏത് കീറം മുട്ടിക്കും കീറണം. NSS വന്നാൽ